നമസ്കാരം. പൈനീർ സ്റ്റഡീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കിടിലൻ ട്രിക്കാണ്. ഏതൊരു സംഖ്യയും 125 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള എളുപ്പ വഴി നമുക്ക് എങ്ങനെയാന്ന് നോക്കിയാലോ. ഇതുണ്ടോ, 41,242 ഭാഗം 125. ഇത് നമ്മൾ ഇവിടെ ക്രിയ ചെയ്യണമെങ്കിൽ കുറെ സമയം എടുക്കും. എക്സാമിനൊന്നും ഇത്രയും സമയം നമുക്ക് കിട്ടില്ല. എങ്ങനെയാണ് എളുപ്പ വഴി എന്ന് നോക്കാം. 125 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സംഖ്യയെ 8 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. വേറൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു 25 കൊണ്ടാണെങ്കിൽ എത്രയാണ് 4 കൊണ്ടും, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമെങ്കിൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് എഴുതുന്ന കാര്യം നമ്മൾ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 125 കൊണ്ടാണെങ്കിൽ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 8 കൊണ്ട് ഇൻറ്റു ചെയ്ത് എഴുതുക. 2 നോക്കാം. 8 × 2 16. റിമൈൻഡർ ഒന്നുണ്ടല്ലോ. അപ്പോൾ 4 × 8 32 ഒന്നും ഇവിടെ ഒന്നുണ്ടല്ലോ. 4 8 കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 32. 32 ഒന്നും 33. റിമൈൻഡർ 3. 8 × 2 16 3 19. റിമൈൻഡർ 1. 8 1 9. 4 8 32. ഇങ്ങനെ നമ്മൾ 8 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ കിട്ടി. ഇനി എന്നായിരുന്നോ, 125 ആയതുകൊണ്ട് 125ൽ എത്ര സംഖ്യകളുണ്ട്? 1 2 3 സംഖ്യകൾ അല്ലേ. അപ്പോൾ ഇവിടുന്ന് എണ്ണുക. 1 2 3 സംഖ്യ കഴിഞ്ഞൊരു പോയിന്റ് ഇട്ടാൽ ഉത്തരമായി. നിങ്ങൾ വേഗത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ഇത് ഈ ഡിവിഷൻ ഒന്നും ചെയ്യാതെ, ക്രിയ ഒന്നും ചെയ്യാതെ നമുക്ക് ഈ ഉത്തരം കിട്ടില്ലേ. നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കിയാലോ. 41 24 4124.2 ഭാഗം 125. ഇതിന് പോയിന്റ് ഇല്ലാത്ത സംഖ്യയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഈ പോയിന്റ് ഇല്ല എന്ന് കരുതി ഇതുപോലെ തന്നെ 8 കൊണ്ട് ഗുണിക്കുക. 8 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഈ ഉത്തരം തന്നെ കിട്ടുമല്ലോ. 32 99 36 തന്നെ കിട്ടും നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ, 8 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ. എന്നിട്ടോ 3 സ്ഥാനം ഈ 125 കൊണ്ടാണ് നമ്മൾ 3 സ്ഥാനം മാറ്റി ഇവിടെയാണ് കുത്തിയിടേണ്ടത്, പോയിന്റ് ഇടേണ്ടത്. എന്നാൽ ഇവിടെ വേറെ ഒരു പോയിന്റും കൂടെ ഉണ്ട്. ഒരു സ്ഥാനം കഴിഞ്ഞ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പം ഈ 3ഉം ഇവിടുത്തെ ഒന്നും കൂടെ കൂട്ടി 4 സ്ഥാനം കഴിഞ്ഞ് വേണം പോയിന്റ് ഇടാൻ. 1 2 3 4 ഇവിടെ വേണം പോയിന്റ് ഇടാൻ. ആൻസറായി. അടുത്ത് നോക്കാം. ഇതിന്റെ കണ്ടോ, 1 2 3 4 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് വരുന്നു. ഇവിടെ ഒരു സ്ഥാനം കഴിഞ്ഞായിരുന്നു. ഇതെങ്ങനെയാണ്? ഇത് 8 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ആൻസർ ഏതാണ്? 32 99 36. 3,29,936. എന്നിട്ടോ എത്ര സ്ഥാനമാണ്? ഇതിന്റെ 3 സ്ഥാനവും 4 5 6 7 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം അല്ലേ. ഇവിടെ 4 സംഖ്യയുണ്ട്, ഇവിടെ 3. ഈ 125 ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ 3 സ്ഥാനം മാറ്റിയല്ലേ പോയിന്റ് ഇട്ടേ. അതും പിന്നെ ഇവിടെയുള്ള പോയിന്റും കൂടെ കൂട്ടണം. 3 4 5 6 7 സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പോഴോ 1 2 3 4 5 6 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 കൂടെ ഇട്ടാൽ 7 ആകും. എന്നിട്ട് വേണം പോയിന്റ് ഇടാൻ. മനസ്സിലായോ? 1 2 3 4 5 6 7 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടണമുള്ളതുകൊണ്ട് ഇവിടെ ഒരു 0 ഇടണം. എന്നിട്ട് വേണം പോയിന്റ് ഇടാൻ. ഇവിടെ നമ്മൾ 4 സ്ഥാനം മതി, ഇവിടെ പോയിന്റ് ഇട്ടു. ഇത് പറഞ്ഞു നോക്കാം നമുക്ക്. 56,333 ഭാഗം 125. എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 8 കൊണ്ട്. 8 3 24 4. റിമൈൻഡർ 2. 3 24 2 26. റിമൈൻഡർ 2. 3 24 2 26. റിമൈൻഡർ 2. 6 8 48 2 50. റിമൈൻഡർ 5. 2 5 45 45. ഇങ്ങനെ കിട്ടിയില്ലേ. ഇനിയോ എത്ര? ഇത് 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. ഇവിടെ പോയിന്റ് ഉണ്ടോ ഈ സംഖ്യയിൽ? ഇല്ല. അപ്പോൾ നമ്മൾ ഇത് പോയിന്റ് ഉള്ള സംഖ്യകളാകൊണ്ടാണ് ഈ സംഖ്യയിലെ പോയിന്റും കൂടെ നമ്മൾ കണക്കാക്കിയത്. ഇവിടെ പോയിന്റ് ഇല്ലാത്ത സംഖ്യ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? 3 സ്ഥാനം മാത്രം മാറ്റി ഇവിടെ പോയിന്റ് ഇടുക. 450.666. ഇതാണ് ആൻസർ. എങ്ങനെയുണ്ട്? നല്ല ട്രിക്കല്ലേ. നമുക്ക് കോമ്പറ്റീഷൻ എക്സാമിനൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.